ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം മുതൽ. സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു. അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടുടുത്തിരിക്കുന്നു. യെരൂശലേം കന്യകമാർ നിലത്തോളം തല താഴ്ത്തുന്നു. എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു. എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. അവർ നിഹതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാറിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെ എന്ന് അമ്മമാരോട് ചോദിക്കുന്നു. വീണ്ടും 2-ാം അധ്യായം 19-ാം വാക്യം മുതൽ. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിൻ്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാ പ്രവാചകൻ്റെ കരച്ചിലിൻ്റെ പുസ്തകമാണ്. യിരെമ്യാ പ്രവാചകൻ്റെ കരച്ചിലാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ അനുരണനം ചെയ്യുന്നത്. മുഴുവനും അത് ആ കരച്ചിൽ മാറ്റൊല്ലിക്കൊള്ളുകയാണ്. 2-ാമത്തെ ദിനവൃത്താന്ത പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ യിരെമ്യാവ് വിലപിച്ചതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിനവൃത്താന്തം 35-25-ാം വാക്യത്തിൽ യിരെമ്യാ പ്രവാചകൻ കരയുന്ന പ്രവാചകനായിരുന്നു. പ്രവാചകൻ കരയുകയാണ്. എന്തിനാണ് പ്രവാചകൻ കരയുന്നത്? ഇസ്രായേൽ ജനം നശിക്കുന്നു. അന്നത്തെ സമൂഹത്തിൽ ദൈവം അത്ഭുതകരമായി താങ്ങി വളർത്തി നയിച്ച് നടത്തിക്കൊണ്ടുവരുന്ന ജനം അവർ നശിക്കുന്നു. ആ ജനം നശിക്കുന്നു. ജനത്തെ നടത്തുവാനുള്ള മൂപ്പന്മാർ നശിക്കുന്നു. ജനത്തെ നേരായ പാതയിലൂടെ നയിക്കേണ്ടതും ജനത്തിന് ആത്മീയാഹാരം നൽകേണ്ടതുമായ പുരോഹിതന്മാർ, മൂപ്പന്മാർ അവർ നശിക്കുന്നു. അവർ സുഖലോലുപരായി കൊട്ടാര സദൃശമായ മണിമന്ദിരങ്ങളിൽ അവർ പാർക്കുകയും സാധുക്കളായ ജനത്തെക്കുറിച്ച് ചിന്തയില്ലാതെ കഴിയുകയും ചെയ്യുന്നു. ഇതാണ് കാരണം. പ്രവാചകൻ പറയുകയാണ്, അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയെങ്കിലും ദർശനമുണ്ടാകുന്നതുമില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാചകന്മാർക്ക് ദൈവത്തിൽ ദർശനം കിട്ടുന്നില്ല. ദർശനം നഷ്ടപ്പെട്ടു പോയ പ്രവാചകന്മാർ, ദൈവികമായ ദർശനം നഷ്ടപ്പെട്ടു പോയ പുരോഹിതന്മാർ, ദൈവികമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയ സുവിശേഷകന്മാർ, സുവിശേഷ വേലക്കാർ ഇന്നത്തെ സമൂഹത്തോട് ബന്ധപ്പെടുത്തി ഞാൻ പറയുകയാണ്. ആത്മാവിൻ്റെ ദർശനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയെങ്കിലും ദർശനം ഉണ്ടാകുന്നതുമില്ല. സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. അവർ മൗനികളായിപ്പോയി. തുടർന്ന് വായിക്കുന്നു, ജനത്തിൻ പുത്രിയുടെ നാശ നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു. എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. അവർ നിഹതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാറിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്നു. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. വിലാപങ്ങളുടെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും വലിയ വേദന വരും. അതിലെ സങ്കടകരമായ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവിടെ മക്കളുടെ ശരീരം മുറിച്ച് ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന അമ്മമാരെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പ്രസ്താവനയുണ്ട്. സ്വന്തം മക്കൾ, ആ മക്കളെക്കുറിച്ച് യാതൊരു കരുതലുമില്ലാതെ മക്കളെ കൊന്നു തിന്നുന്ന മാതാപിതാക്കൾ, എത്രയോ ഭയങ്കരമായ കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു, നോക്കൂ, 4-ാം അധ്യായം 4-ാം വാക്യം. മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ച് വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. യാതനാഭരിതമായ ജീവിതത്തിൽ സമൂഹം അപകടകരമായ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ
കയ്യിൽ താലോലിച്ചു പോയിരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നണമോ? കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടണമോ? വീഥികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു. എൻ്റെ കന്യകുമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീണിരിക്കുന്നു. ജനത്തിന് വന്നിരിക്കുന്ന നാശം ഇവിടെ പൈതങ്ങളെന്നും ശിശുക്കളെന്നും എടുത്ത് പറയുന്നുണ്ട്. അക്കാര്യം ഒന്ന് പ്രത്യേകം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങോട്ട്, നമ്മുടെ കുട്ടികളെങ്ങോട്ട്? നാം അവരെ പഠിപ്പിക്കുന്നുണ്ട്, സ്കൂളിൽ വിടുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നാം ഉത്സാഹിക്കുന്നുണ്ട്, അവർക്ക് നല്ല ഒരു ഭാവി ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? ഞാൻ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. കൗമാരങ്ങൾക്ക് വഴിതെറ്റുന്നുവോ എന്ന പേരിൽ ഒരു ഡോക്ടർ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ഞാൻ വായിച്ചത്. ഞാൻ അമ്പരപ്പോടിരുന്ന് വായിച്ച് ചിന്തിച്ചു പോയി. കൗമാരങ്ങൾക്ക് വഴിതെറ്റുന്നുവോ? ഇങ്ങനെയാണ് ആ ലേഖനം. കഴിഞ്ഞ 25 വർഷത്തെ ജോലിക്കിടയിലുണ്ടായ ചില അനുഭവങ്ങളാണ് ഈ കുറിപ്പെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ബാലികമാർ, കൗമാരക്കാർ, യുവതികൾ, നമ്മുടെ സമൂഹത്തിന് എന്തു പറ്റി? അമ്മയില്ലാത്ത 4 വയസ്സുകാരിയെ ഗർഭാശയത്തിൽ നിന്നുള്ള ദുർവാസന മൂലമാണ് ഇളയമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. 8 വയസ്സുള്ള സഹോദരൻ്റെ കൂടെ അയൽ വീടുകളിലൊക്കെ അവൾ കളിക്കാൻ പോയിരുന്നു. കന്യാചർമ്മം നഷ്ടപ്പെട്ട് ജനനേന്ദ്രിയത്തിൽ വ്രണങ്ങൾ നിറഞ്ഞ ആ കുഞ്ഞിനെ കണ്ട് എൻ്റെ മാതൃഹൃദയം വിതുമ്പിപ്പോയി. ഒരു ലേഡി ഡോക്ടറാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ മുറിവുകൾ വന്നിരിക്കുന്നുവെന്ന്. ആരെയും കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. കുടുംബം പുലർത്താൻ പാടുപെടുന്ന ഒരു പാവം പിതാവ് എല്ലാവരെയും വിശ്വസിച്ച് ഒരു തനി നാട്ടിൻ പുറത്തുകാരൻ. ആരാണ് അവളോട് ഈ കടുങ്കൈ ചെയ്തത്? അതോ പലർ ചേർന്നോ? എത്ര ചോദിച്ചിട്ടും ആരാണ് അവളെ പീഡിപ്പിച്ചതെന്ന് പറയാൻ കുട്ടി തയ്യാറായില്ല. ആ കുഞ്ഞ് ആരെയോ ഭയപ്പെടുന്നതായി തോന്നി. ചികിത്സകൾക്ക് ശേഷം അവളെ പറഞ്ഞയച്ചു. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ബോർഡിംഗ് സ്കൂളിൽ അവളെ ആക്കാനാണ് പ്ലാനെന്ന് തകർന്നുപോയ ആ പിതാവിനോട് പറഞ്ഞു. 8 വയസ്സായ ബാലികയെ മുത്തശ്ശിയുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ടാണ് മാതാപിതാക്കൾ പണസമ്പാദനത്തിനായി വിദേശത്ത് പോയത്. വേറെ കുട്ടിയുടെ കാര്യമാണ്. ഒരവധിക്കാലത്ത് അവളുടെ അമ്മയുടെ അടുത്ത് പോകാൻ പോലും ഈ കുട്ടി തയ്യാറായില്ല. അതിന് തുടർന്ന് നടത്തിയ ചില അന്വേഷണങ്ങൾ ആ അമ്മയെ ചില സത്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. തൻ്റെ 8 വയസ്സായ മകളെ സ്വന്തം അനന്തരവൻ തന്നെ സ്ഥിരമായി പീഡിപ്പിക്കുന്നു. 8 വയസ്സായ മകളെ സ്വന്തം അനന്തരവൻ തന്നെ സ്ഥിരമായി പീഡിപ്പിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദികൾ? നിരുത്തരവാദിത്തോടെ നാട്ടിലിട്ട് പോയ മാതാപിതാക്കളോ അതോ പ്രായമേറിയ മുത്തശ്ശിയോ? ബാംഗ്ലൂർ നഗരത്തിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയ പെൺകുട്ടി അമ്മയുടെ സഹോദരൻ്റെ ഭാര്യയാണ് ആശുപത്രിയിലെ കൺസൾട്ടിംഗ് റൂമിൽ എത്തിച്ചത്. പരിശോധനയിൽ ഗർഭം കണ്ടെത്താൻ അധികമൊന്നും പ്രയാസപ്പെടേണ്ടി വന്നില്ല. സ്കാനിങ്ങിൽ 8 മാസം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടന്ന് കൈകാലിളക്കുന്നു. 18 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. മാതാപിതാക്കൾ വിദേശത്ത്, കാരണക്കാരൻ ബാംഗ്ലൂർ നഗരത്തിലെ ബോയ് ഫ്രണ്ട്. ആരെയാണ് പഴിക്കേണ്ടത്? സർവ്വ സ്വാതന്ത്ര്യവും പണവും നൽകി ബാംഗ്ലൂർക്ക് വിട്ടിട്ട് കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്ന മാതാപിതാക്കളെയോ സ്വയം ജീവിതം നശിപ്പിച്ച വീണ്ടുവിചാരമില്ലാത്ത പെൺകുട്ടിയെയോ അതോ 18 വയസ്സ് മാത്രം പ്രായമുള്ള അവളുടെ സ്നേഹിതനെയോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റി? ഉന്നത വിദ്യാഭ്യാസത്തിന് മറുനാടുകളിൽ പോകുന്ന യുവതികൾ പലരും വഴിതെറ്റിപ്പോകുന്ന സംഭവങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. മൂല്യ തകർച്ചയാണോ കാര്യം? സാഹചര്യങ്ങളാണോ കുറ്റക്കാർ? അതോ ദൈവവിശ്വാസം ഇല്ലായ്മയോ? സമ്പൽ സമൃദ്ധിയുടെ ആധിക്യമോ? ജീവിതത്തിലെ സുരക്ഷിതത്വം ഇല്ലായ്മയോ? എല്ലാം ഉണ്ടാകാം. സ്വയമേ തന്നെ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയാൽ മാതാപിതാക്കൾക്ക് അത്രയും എളുപ്പമാണല്ലോ എന്ന ചിന്ത ചില പെൺകുട്ടികളെങ്കിലും ഇത്തരം ബന്ധങ്ങൾ കൊണ്ട് ചാടിക്കുന്നതെന്ന് കാണാം. വർദ്ധിച്ചു വരുന്ന സ്ത്രീധനവും കല്യാണ ചെലവുകളുമെല്ലാം ഇന്നത്തെ മാതാപിതാക്കൾക്കൊരു ഭാരമാണ്. സുഹൃത്ത് ബന്ധം സ്നേഹബന്ധമായും പിന്നീട് അത് ശാരീരിക ബന്ധമായും തീരുന്നു. വീണ്ടും വിചാരമില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ട അവസ്ഥയാണ് വന്ന് ഭവിക്കുന്നത്. കെട്ടുറപ്പുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പോലും ഇങ്ങനെയുള്ള ആപത്തുകൾ ചെന്ന് ചാടുന്നതായിട്ടാണ് കാണുന്നത്. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, പെൺമക്കളുമായി വളരെ ആഴമേറിയ ഒരു സ്നേഹബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം ഏറ്റവും പവിത്രമാണെന്നും അത് നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ വാസസ്ഥലമാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും ഒക്കെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് സ്കൂൾ, കോളേജ് തലങ്ങളിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ഫ്രീ ആയി ഇടപെടുന്ന കാഴ്ച സാധാരണമാണ്. ഇതിൻ്റെ പരിധി എവിടെയെന്ന് ഓരോ വ്യക്തിയും സ്വയം തീരുമാനിക്കാൻ പ്രാപ്തരാകണം. അല്ലെങ്കിൽ അമ്മമാർ മക്കളെ പ്രാപ്തരാക്കണം. പഠിക്കുന്ന കാലം പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ദിവസവും വളരെ വിലയേറിയതാണെന്നും അവരെ ബോധവതികളാക്കണം.
ഒരൊറ്റ പ്രാവശ്യത്തിൽ ലൈംഗിക ബന്ധത്തിൽ നിന്ന് പോലും രോഗിണികളായി തീരാം, ഗർഭിണികളാകാം. ഇതൊക്കെ മക്കളെ അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കണം. കൗൺസിലിങ്ങിൽ കിട്ടിയ അറിവ് ഒരു സഹോദരിയോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഡോക്ടർ ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് എഴുതണം, മാതാപിതാക്കൾ ഇതൊക്കെ അറിയേണ്ടതല്ലേ എന്ന് വളരെ വിഷമത്തോടെ എന്നോട് പറയുകയായിരുന്നു. ഇപ്പോൾ മിക്ക പട്ടണങ്ങളിലും ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കുന്നുണ്ടല്ലോ. ഇതിൽ മിക്ക വീടുകളിലെയും മാതാപിതാക്കന്മാർ ജോലിക്കാരായിരിക്കും. സൗകര്യത്തിന് വേണ്ടിയാണ് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നത്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തടുത്ത ഫ്ലാറ്റുകളിൽ താമസക്കാരാണ്. അവർ തമ്മിൽ മാതാപിതാക്കൾ വീടുകളില്ലാത്ത സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഞെട്ടിപ്പിക്കുന്ന കഥകൾ ഈ കുഞ്ഞുങ്ങൾ തന്നെ വെളിപ്പെടുത്തിയതാണ്. 15-18 വയസ്സിനിടയിലുള്ള കുട്ടികളാണ് ഇതൊക്കെ പങ്കുവെച്ചത്. കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ധ്യാനം കൂടി എന്നുള്ള കുമ്പസാരമൊക്കെ കഴിഞ്ഞ് തെറ്റുകൾ ആവർത്തിക്കുകയില്ല എന്ന തീരുമാനത്തോടെയാണ് അവർ തിരികെ പോയത്. ഇതിൽ നിന്നും നിങ്ങൾ ഗർഭിണികളായാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ 72 മണിക്കൂറിനകം ഗുളിക കഴിച്ചാൽ പോരെ എന്ന് വരെ ചിലർ എന്നോട് ചോദിച്ചു കളഞ്ഞു. നമ്മുടെ കുട്ടികൾ പാശ്ചാത്യ നാടുകളിലെ കുട്ടികളുടെ ഒപ്പമോ ഒരുപടി മുമ്പിലോ ആണ്. മക്കൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാരെന്നൊക്കെ അമ്മമാർ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. 14 വയസ്സുള്ള കുഞ്ഞ് 3-4 മണിക്കൂർ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും വിദ്യാർത്ഥിനികൾ വൈകിട്ടെത്തുന്ന ബസ്സുകളിൽ വന്ന് പല റിസോർട്ടുകളിലും തങ്ങി രാവിലെ കൈനിറയെ പണവുമായി തിരികെ പോകുന്ന സംഭവവും കൗൺസിലിങ്ങിൽ കേൾക്കുകയുണ്ടായി. ഇനി പറയുന്ന വാക്കുകൾ ഇത് പരസ്യമായി വായിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ചില പെൺകുട്ടികൾ പറഞ്ഞതായ ചില സംഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാനിത് വായിച്ചത് വളരെ ഭയത്തോടുകൂടിയാണ്, മറ്റൊന്നുകൊണ്ടുമല്ല. നമ്മുടെ കുട്ടികൾ അപകടത്തിലേക്ക് നീങ്ങുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോകുന്നു. നമ്മുടെ ഭാവി തലമുറ ക്ഷയോന്മുഖമായ ഒരു ഭാവിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ചെയ്യേണ്ടത് സുവിശേഷ വേല. യേശുവിൻ്റെ സുവിശേഷം നമ്മുടെ കുഞ്ഞുങ്ങളിലെത്തിക്കണം. കർത്താവായ യേശുവിൻ്റെ ജീവദായകമായ രക്ഷണീയമായ സുവിശേഷം നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കണം. അതിനെന്താണ് പോകാൻ വഴി? എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ഈ കേസുകളും ബഹളങ്ങളും വഴക്കുകളും പള്ളി വ്യവഹാരങ്ങളും എല്ലാം വിട്ടിട്ട്, പ്രിയപ്പെട്ടവരെ, മതസ്പർദ്ധയും വർഗസ്പർദ്ധയും എല്ലാം വിട്ടിട്ട്, മതവൈരാഗ്യവും മതചിന്തകളും വിട്ടിട്ട്, മതഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ, കക്ഷി പരിഗണന കൂടാതെ എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ സമൂഹം രക്ഷപ്പെടുമായിരുന്നു. സംസ്കാരഭദ്രമായ ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാമായിരുന്നു. സംസ്കാരഭദ്രമായ ഒരു തലമുറ. മനുഷ്യനെ മനുഷ്യനാക്കാൻ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതാണ് ഇന്നത്തെ ആവശ്യം. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ക്രിസ്തുവാണ്. മനുഷ്യനെ മനനം ചെയ്യാൻ കഴിവുള്ളവനാക്കുന്നവനാണ് ക്രിസ്തു. മനുഷ്യനെ തന്നെത്താൻ കാണാൻ കഴിവുള്ളവനാക്കുന്നതാണ് ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് സഹായിക്കാൻ പറ്റുന്നത്? എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളോട് ഞാൻ പൈസ ചോദിക്കാനല്ല പറഞ്ഞത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പക്ഷേ ഞാൻ മറ്റൊന്ന് പറയുകയാണ്. പൈസ നിങ്ങൾ മുടക്കണ്ട. നിങ്ങളൊരു പൈസയും ചിലവഴിക്കേണ്ട. നിങ്ങൾ ചിലവഴിക്കേണ്ടത് നിങ്ങളുടെ ആയുസ് യേശുവിന് കൊടുക്കുക. യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊടുക്കുക. കർത്താവേ, ഒരു ചുരുങ്ങിയ ആയുസ് എൻ്റെ മുമ്പിലുണ്ട്. ഒരു ചുരുങ്ങിയ ആയുസ്. എത്ര നിമിഷങ്ങളെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര ദിവസങ്ങളെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര നാളുകളെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശുവേ, എത്ര മാസങ്ങളെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ല വർഷങ്ങളുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാം ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് പറയണം. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയണം. കർത്താവേ, ഒരു ചുരുങ്ങിയ ആയുഷ്കാലം, വളരെ 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 ചുരുങ്ങിയൊരു കാലം, അതിന് നഷ്ടപ്പെടുത്താനുള്ളതല്ല. കർത്താവേ, അത് നിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഞാനിതാ സമർപ്പിക്കുകയാണ്. നിൻ്റെ വിശുദ്ധനാകാൻ ഞാനിതാ സമർപ്പിക്കുകയാണ്. എന്നെയും എനിക്കുള്ളതിനെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളിൽ ബുദ്ധിജീവികളുണ്ട്, നിങ്ങളിൽ ജ്ഞാനികളുണ്ട്, നിങ്ങളിൽ അറിവുള്ളവരുണ്ട്, നിങ്ങളിൽ പാണ്ഡിത്യമുള്ളവരുണ്ട്, നിങ്ങളിൽ വലിയ കഴിവുകളുള്ളവരുണ്ട്, പലതരത്തിലുള്ളതായ സിദ്ധികളുള്ളവരുണ്ട്, പലതരത്തിലുള്ള നൈപുണ്യങ്ങളും പ്രാവീണ്യങ്ങളും ഉള്ളവരുണ്ട്. നല്ലത്, നിങ്ങൾക്കുള്ള വിഭവങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുക. ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങൾക്കുള്ളത് എന്ത്? നിങ്ങളുടെ ആയുസ്, വലിയൊരായുസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര കാലമെന്നറിയാൻ വയ്യല്ലോ പ്രിയപ്പെട്ടവരെ. ഞാനത് ആവർത്തിച്ച് പറയട്ടെ. അനേകരുടെ പടിക്കൽ മരണദൂതൻ വന്ന് മുട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരണദൂതൻ വാതുക്കൽ വന്നിരിക്കുന്നു. ദൈവവൈതലേ, നീ അറിയുന്നില്ല, നീ കാണുന്നില്ല, അടുത്ത നിമിഷം നിനക്കുള്ളതല്ല. അതുകൊണ്ട് ദൈവവൈതലേ, നിന്നോട് പറയട്ടെ, നീ ഇപ്പോൾ തന്നെ നിൻ്റെ ജീവിതം യേശുവിന് കൊടുക്കുക. യേശുവിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് മാറുക. അവൻ
നിന്നെ വളർത്തും, അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തും, അവൻ നിന്നെ ഒരു വിശുദ്ധനാക്കും. നിൻ്റെ സ്വഭാവം അവൻ മാറ്റും, നിൻ്റെ പ്രകൃതം അവൻ മാറ്റും. നിൻ്റെ ഹൃദയത്തിലേക്ക് അവൻ സത്യസ്നേഹമായി കടന്നു വരും. എന്താണ് പ്രിയപ്പെട്ടവരെ സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് നാം ധരിക്കുന്നത്? സാക്ഷാലുള്ള സ്നേഹം എന്താണ്? യേശുവിൻ്റെ സ്നേഹമല്ലയോ നിർമ്മല സ്നേഹം? അതല്ലയോ വ്യവസ്ഥയില്ലാത്ത സ്നേഹം? അതല്ലയോ ഉപാധിയില്ലാത്ത സ്നേഹം? അതല്ലയോ പ്രതിഫലേച്ഛയില്ലാത്ത സ്നേഹം? അതല്ലയോ പ്രത്യുപകാരം കാക്ഷിക്കാത്ത സ്നേഹം? അതല്ലയോ ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം? ആ സ്വർഗീയ സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുകയാണ്. ആ സ്നേഹത്തിന് തുടിപ്പുകളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ചങ്കിൽ വന്ന് അലച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങളാണ് നിങ്ങളുടെ ചങ്കിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ അനുരണനമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ മാറ്റൊലി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രൂസിലെ സ്നേഹം നിങ്ങളെ ക്ഷണിക്കുകയാണ്. പാപിക്ക് വേണ്ടി തിരുരക്തം ചിന്തിയ സ്നേഹം നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച സ്നേഹം നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് ചോദിച്ച് നിഷ്ഠൂരനും ഉപദ്രവിയും ദുഷ്ടനുമായ ശൗലിനെ പൗലോസാക്കി മാറ്റിയ ക്രൂസിലെ സ്നേഹം നിങ്ങൾ രൂപാന്തരപ്പെടുത്താൻ അധ്വാനിക്കുകയാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. പടിവാതിക്കൽ വന്ന് ഇതാ യേശുവിന്റെ ദിവ്യപ്രകാശം നിങ്ങളെ ചുറ്റി മിന്നുകയാണ്. ആ സ്വർഗീയ പ്രകാശം നിങ്ങൾക്ക് ചുറ്റും ജ്വലിക്കുകയാണ്. ആ പ്രകാശ ധോരണിയിൽ നിങ്ങൾ മയങ്ങി പോവുകയാണ്. ആ പ്രകാശം നിങ്ങളെ ഇന്ന് ഉണർത്തുകയാണ്. ആ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ആ പ്രകാശ ധോരണി നിങ്ങളെ മയക്കുകയാണ്. ഓ ജീവനുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രകാശം നിങ്ങളെ സ്വാധീനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റുമോ? അവനെ നിങ്ങൾ വെറും കൈയായി വിടല്ലേ, അവനെ നിങ്ങൾ പറഞ്ഞയക്കല്ലേ. യേശുവേ ഞാനും ഇതാ നിന്റെ കൂടെ. യേശുവേ കുരിശി ചുമക്കുന്ന യേശുവേ, നിന്റെ പിന്നാലെ ഞാനും ഇതാ കുരിശി ചുമന്നുകൊണ്ട്, നിന്നയുടെ കുരിശി ചുമന്നുകൊണ്ട്, ആക്ഷേപത്തിന്റെ കുരിശി ചുമന്നുകൊണ്ട്, ഒറ്റപ്പെടുത്തലിന്റെ കുരിശി ചുമന്നുകൊണ്ട്, ഭയങ്കരമായ കഷ്ടതയുടെ കുരിശി ചുമന്നുകൊണ്ട്, അപഹസനത്തിന്റെയും ആക്ഷേപത്തിന്റെയും അവഹേളനത്തിന്റെയും കുരിശി ചുമന്നുകൊണ്ട് ഞാനും ഇതാ വരുന്നു. ശാപകരമായ കുരിശി ചുമന്ന് ഞാനും വരുന്നു. കർത്താവേ, ശാപഗ്രസ്തമായ കുരിശ് അനുഗ്രഹത്തിൻ്റെ നിദാനമായി തീർന്നല്ലോ കർത്താവേ. ശപിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന കുരിശ് അനുഗ്രഹത്തിന് കാരണമായി തീർന്നല്ലോ. നമുക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം പറയും, മരത്തിന്മേൽ തൂങ്ങുന്നതെല്ലാം ശപിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി ശാപമായി തീർന്നവനെ, എനിക്ക് അനുഗ്രഹം തരാനല്ലേ നീ എനിക്ക് വേണ്ടി ശാപമായി തീർന്നത്? എൻ്റെ ശാപം നീ ഏറ്റെടുത്തത് എന്നെ അനുഗ്രഹിക്കാനല്ലേ? എനിക്ക് മനസ്സിലായി കർത്താവേ, എൻ്റെ നാൾ വരെയുള്ള ജീവിതം ശാപഗ്രസ്തമായിരുന്നു. പാപം മൂലം ശപിക്കപ്പെട്ടൊരു ജീവിതമായിരുന്നു. ജീവിതം താറുമാറാക്കിയതായിരുന്നു. നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, നിങ്ങൾക്ക് ദൈവത്തോട് വാക്ക് പറയാം. ലോകത്തിന് വേണ്ടി ജീവിച്ചു കർത്താവേ, ജഡത്തിന് വേണ്ടി ജീവിച്ചു, ജഡ ഉല്ലാസങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, പണത്തിന് വേണ്ടി ജീവിച്ചു, ഭൗതിക ഉന്നമനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ഭൗതിക പ്രതാപങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചു, മനുഷ്യരുടെ ബഹുമതിക്ക് വേണ്ടി ജീവിച്ചു, മനുഷ്യരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചു, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിച്ചു. കർത്താവേ, നിൻ്റെ കാര്യം ഞാൻ മറന്നുപോയിരുന്നു. കർത്താവേ, എൻ്റെ അകൃത്യങ്ങൾ എന്നോട് പൊറുക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. പാപ ഇമ്പങ്ങളിൽ ഞാൻ മുഴുകിപ്പോയ കാലങ്ങൾ എൻ്റെ മേൽ കണക്കിടരുതേ. നാഥാ, എൻ്റെ പാപത്തിൻ്റെ കടച്ചീട്ടുകൾ നീ കീറിക്കളയുമോ? തിരുരക്തത്താൽ എന്നെ നീ ഒന്ന് കഴുകുമോ? തിരുരക്തത്താൽ നീ ശുദ്ധീകരിക്കുമോ? പഴയ ജീവിതം മുഴുവൻ മാറ്റി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുമോ? എൻ്റെ മേൽ നിന്റെ കൃപ പകരുമോ? ഇപ്പോൾ നാഥ, എൻ്റെ മേൽ നിന്റെ തീ ഇറങ്ങണമേ. സ്വർഗത്തിൻ്റെ അഗ്നി എൻ്റെ മേൽ ഇറങ്ങണമേ. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ കത്തുപിടിപ്പിക്കണമേ. എൻ്റെ സിരകളിലൂടെ സ്വർഗത്തിൻ്റെ തിരുരക്തം ഒഴുകണമേ. യേശുവേ, നിന്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാലുള്ള അഗ്നിജ്വാല എൻ്റെ സിരകളിൽ പടർന്നു കയറണമേ. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ മേൽ നിന്റെ അഭിഷേകം പകരണമേ. പ്രാർത്ഥിക്കൂ ദൈവജനമേ, സമർപ്പിക്കൂ. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ തന്നെ കൊടുക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും എൻ്റെ നാഥൻ കാണുന്നുവല്ലോ കർത്താവേ. നിൻ്റെ മക്കളെ അവിടെ തൊടുന്നുവല്ലോ കർത്താവേ. നിൻ്റെ മക്കളുടെ മേൽ കൃപ പകരുന്നുവല്ലോ കർത്താവേ. സ്നേഹം ഒഴുകുന്നല്ലോ കർത്താവേ. സ്നേഹത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങളെ സ്വാധീനം ചെയ്യുന്നല്ലോ കർത്താവേ. എല്ലാവരെയും തലോടണമേ. ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോനൊമ്പരത്തിൽ വലയുന്നവരെ എൻ്റെ നാഥൻ പ്രത്യേകം സന്ദർശിച്ച് വേദനകൾ മാറ്റിക്കൊടുക്കണമേ കർത്താവേ. ഹൃദയത്തിൽ ഏറിയ പ്രയാസങ്ങളും ഭാരങ്ങളുമായി ആകുലങ്ങളുമായി ആവലാദികളുമായി വലഞ്ഞിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപജീവിതത്തോട് യാത്ര പറഞ്ഞുള്ള വിശുദ്ധ ജീവിതത്തിൻ്റെ സൗഭാഗ്യം നിന്റെ മക്കൾക്ക് ദാനമായി നൽകണമേ. അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥൻ്റെ
അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.